എല്ലാവർക്കും നല്ല നമസ്കാരം. ചാലക്കുടി എന്ന് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചങ്ങാതിമാരുടെ നാടാണ്. ചങ്ങാതിമാരുടെ നാടായുള്ള ചാലക്കുടിയിലെ ഓട്ടോ ചേട്ടന്മാരെ പറ്റി നിനക്കറിയോ? ഏറ്റവും വലിയ ചങ്ങാതിയായിട്ടുള്ള കലാഭവൻ ചേട്ടൻ്റെ ഒരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നായിട്ട് നിനക്കറിയോ? ചാലക്കുടിക്കാരൻ ചങ്ങാതി. ഇതാ എൻ്റെ പറയുന്ന നിൽക്കുന്ന ഈ ഓട്ടോ ചേട്ടന്മാരെ നോക്കൂ. ഒത്തിരിയേറെ ഓട്ടോ ചേട്ടന്മാർ ഇവിടെ ഇന്ന് ഈ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് നിൽക്കുകയാണ്. എന്തിനാണ് ഇവർ നിൽക്കുന്നതെന്നറിയോ? വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കാൻ വേണ്ടി ഇന്ന് ഈ ദിവസം മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഈ ഓട്ടോ ചേട്ടന്മാർ അവരുടെ വരുമാനം മുഴുവൻ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൈമാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഓട്ടമാണ് ഇന്ന് നടത്തുന്നത്. അതുമാത്രമല്ല, ചാലക്കുടിയിലെ എല്ലാ സ്റ്റാൻഡുകളിൽ നിന്നുള്ള നിശ്ചിത വരുമാനം വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ വേണ്ടി മാറ്റിവെക്കുകയാണ്. ചാലക്കുടി എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഓട്ടോകളുള്ള ഒരു പട്ടണമാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ചാലക്കുടിയിലെ എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായി സാമൂഹിക സേവന പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ വളരെ നല്ല രീതിയിൽ ഇടപെടുന്ന ഈ ഓട്ടോ ചേട്ടന്മാർ ഇന്ന് വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവരുടെ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അഭിവാദനങ്ങളും നേരുകയാണ്. ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത് CI2ൻ്റെ ഏരിയ സെക്രട്ടറി ജയതിലകേട്ടനാണ്. നമുക്ക് ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് കടന്നു ചെല്ലാം. ഇവർക്ക് എല്ലാവിധ അഭിവാദനങ്ങളും അഭിനന്ദനങ്ങളും നേരുകയാണ്. നമ്മുടെ വയനാടിന് കൈത്താങ്ങ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വാടക, നമ്മുടെ ഓട്ടോക്കാരെല്ലാവരും കൂടിയുള്ള ഇന്നത്തെ വാടക നമ്മൾ വയനാടിൻ്റെ സംരക്ഷിക്കാനായി കൊടുക്കാൻ തീരുമാനിക്കണം. അപ്പോൾ വയനാട് എന്ന് സംരക്ഷിക്കാൻ വേണ്ടി, അതിജീവനത്തിന് വേണ്ടി കേരളത്തിലെ എല്ലാ സുമനസ്സുകളും ഒത്തൊരുമിച്ച് നിന്ന് അതിജീവനത്തിനുള്ള പ്രവർത്തനം സംഘടിപ്പിക്കുകയാണ്. നമുക്കറിയാം, കല്ല് ചുമന്നും ആക്രി പെറുക്കിയും ചെറുപ്പക്കാർ ഈ സമൂഹത്തിനകത്ത് വയനാടിൻ്റെ അതിജീവനത്തിന് വേണ്ടി വലിയ പരിശ്രമം നടത്തുന്നുണ്ട്. ഓട്ടോറിക്ഷ തൊഴിലാളികൾ കേരള സംസ്ഥാന വ്യാപകമായി ഇന്നത്തെ ദിവസം ഏറ്റെടുത്തുകൊണ്ട് ഒരു ദിവസത്തെ ഓട്ടം അത് വയനാടിനെ സഹായിക്കാൻ വേണ്ടി എന്ന പേരിൽ തൊഴിലാളികൾ ഒരു ദിവസം അതിനുവേണ്ടി മാറ്റിവെക്കുകയാണ്. ചാലക്കുടിയിലെ എല്ലാ സ്റ്റാൻഡിൽ നിന്നും ഓട്ടോറിക്ഷകൾ ഇന്നത്തെ ഈ പ്രവർത്തനത്തിന് വേണ്ടി തയ്യാറായി എത്തിയിട്ടുണ്ട്. മുഴുവൻ സമയം ഓട്ടോറിക്ഷ ഓടാൻ കഴിയാത്ത തൊഴിലാളികൾ ഇന്ന് വൈകിട്ട് അവരുടെ വരുമാനത്തിൽ നിന്നൊരു നിശ്ചിത തുക വയനാടിന് വേണ്ടി സംഭാവന ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ആ അർത്ഥത്തിൽ സമ്പൂർണ്ണമായി ചാലക്കുടിയിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ വയനാടിൻ്റെ അതിജീവനത്തിന് വേണ്ടി അവർക്ക് കഴിയാവുന്ന വലിയ സഹായം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ അതിജീവിക്കുക തന്നെ ചെയ്യും. ഈ മഹാ ഉരുൾപൊട്ടലിനകത്ത് ഉറ്റവരും മുടയവരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയ നിരവധിയായ മനുഷ്യരുണ്ട്. കിടക്കാൻ പാർപ്പിടമില്ലാതെ, അതിജീവനത്തിൻ്റെ മാർഗമില്ലാതെ, അനാഥത്തിൻ്റെ ദുരിതം പേറി ദുഃഖം പേറി കഴിയുന്ന നിരവധിയായ മനുഷ്യജീവനുകളുണ്ട്. ആ മനുഷ്യജീവനുകളെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് എന്ന് നാം തിരിച്ചറിയുകയാണ്. CI2 എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം, അതുകൊണ്ട് തന്നെ CI2വിനകത്ത് അഫിലിയേറ്റ് ചെയ്യപ്പെട്ട എല്ലാ ഘടക യൂണിയനുകളും വയനാടിൻ്റെ അതിജീവനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണ്. തൊഴിലാളികൾ ഒരു ദിവസത്തെ വേതനം വയനാടിനെ സംരക്ഷിക്കാൻ വേണ്ടി കൈമാറുകയാണ്. ഈ മഹായജ്ഞത്തിൽ, ഈ മഹാപരിപാടിക്കകത്ത് ചാലക്കുടിയിലെ ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയൻ്റെ മുഴുവൻ തൊഴിലാളികളും അണിനിരക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. ചാലക്കുടിയിലെ എല്ലാ സ്റ്റാൻഡിൽ നിന്നും ആ സ്റ്റാൻഡിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഓട്ടോറിക്ഷ ഇന്നത്തെ ഒരു ദിവസം ഈ ബാനർ കെട്ടി ഓടാൻ വേണ്ടിയും എല്ലാ സ്റ്റാൻഡിൽ നിന്നും വൈകിട്ട് അവരുടെ വരുമാനത്തിൽ നിന്ന് നിശ്ചിത തുക വയനാടിൻ്റെ അതിജീവനത്തിന് വേണ്ടി മാറ്റിവെക്കാനും തീരുമാനിക്കുന്നു എന്ന സന്തോഷകരമായ സാഹചര്യം കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. എന്തായാലും ഈ പ്രവർത്തനത്തിന്, മഹാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത CI2വിൻ്റെ ചാലക്കുടി ഏരിയ കമ്മിറ്റി, ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയൻ്റെ ഏരിയ കമ്മിറ്റിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്.